നിങ്ങളിപ്പോൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ഡീപ്പ് സെക്ഷൻ ചെയ്യാനിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഫുൾ അറ്റൻഷൻ താ, നേരെ കമന്റ് സെക്ഷനിൽ പോകാതെ, നേരെ വേറെ ഡിസ്ട്രാക്ഷനിൽ പോകാതെ, ഒന്നും ചെയ്യാതെ ഫുൾ അറ്റൻഷൻ നിങ്ങൾ എനിക്ക് തരൂ. ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിയലി പറയാൻ പറ്റത്തില്ല. ഫോക്കസും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? യു കനോട്ട് ഡു ഇറ്റ്. ഐ വിൽ ടെൽ യു. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എബിലിറ്റി ടു. 8ാം ക്ലാസ്സിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഈ ഒരു കാര്യം റിയലി എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തു. ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക, മിസ് എൻ്റെ ചെവി പിടിച്ചെന്നെ പുറത്തോട്ട് കൊണ്ട് കളഞ്ഞു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. 2 മണിക്ക് മാത്സ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുക. ഞങ്ങൾ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കത്തില്ല, അറിയാം പണി കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ട് സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കും. മിസ് ഇങ്ങനെ എന്തെങ്കിലൊക്കെ താന്ന് പറയുന്നു. ഞങ്ങൾ ബോറിങ്, അത് ഉച്ചയ്ക്ക് ഭയങ്കര ബോറിങ്. ഞങ്ങളിങ്ങനെ എന്തെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അങ്ങനെ ഞങ്ങൾ 0 വെട്ടോ എന്തോ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഫുള്ളും അത്യാവശ്യം കലപ്പുണ്ട്, എന്നാലും പെട്ടെന്ന് ഞങ്ങൾ ചിരിക്കുമ്പോൾ അത് നല്ലോണം കേൾക്കുന്നുണ്ട്. അപ്പോൾ മിസ് ഇങ്ങനെ 2-3 വട്ടം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് വന്നിട്ട് മിണ്ടായിരിക്കാൻ പറയുന്നതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ കുറേ വട്ടമായപ്പോൾ മിസ് ഇങ്ങനെ അടുത്തോട്ട് ഓടിയത്. മിസ് അടുത്തോട്ട് ഓടി വന്നിട്ട് ഞങ്ങൾ എന്തോ ചെയ്തുകൊണ്ട് കണ്ടിരിക്കുക, എന്തോ 0 വെട്ടോ ഞാൻ അറിയുന്നില്ല. മിസ് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഇങ്ങനെ ഒറ്റ എൻ്റെ കൈയോടെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒറ്റത്തട്ട് ആ ബുക്കെല്ലാം തെറിച്ചു. എന്നിട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ പിടിച്ചു. ഭയങ്കര വേദന, ഇപ്പോഴും എനിക്ക് ആ വേദനയുണ്ട്. ചെവിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കിയെടുത്ത് കോപ്പ് പെണ്ണുമ്പുള്ള. എന്നിട്ട് എന്നെ വെളിയിലിറങ്ങി ഇങ്ങനെ തന്നെ എല്ലാവരും മുമ്പിൽ കൂടെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാവരും ചിരിക്കുക. ഇങ്ങനെ എടുത്ത് പോയിട്ട് വെളിയിലോട്ടുണ്ട് കളഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ ആലോചിച്ചത്, എന്നെ മാത്രമേ കൊണ്ടുപോയല്ലോ, അവനെ അവിടെ ഇരുത്തി. എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത് എനിക്ക് അപ്പോൾ അത് റിയലി എന്തുകൊണ്ടൊന്നും മനസ്സിലായില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പം പേരൻസ് മീറ്റിംഗ് ആണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്, അവൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കാണുമല്ലോ, പ്രോഗ്രസ് കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഏതോ 2 സബ്ജക്റ്റിനെ കണ്ട് ജയിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം പൊട്ടി. ഓണം എക്സാമിനെ കണ്ട് സ്വാഭാവികം. പക്ഷെ അവൻ അത്യാവശ്യം നല്ല പഠിക്കുന്നു. അവൻ ഏതോ മാത്സിന് അവൻ എന്തോ മാർക്ക് അങ്ങോട്ട് കുറവുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാം ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ ഇതറിയാം. പേരൻസ് വന്നു. അപ്പം എൻ്റെ പേരൻസ് ആണ് ആദ്യം പോയി മിസ്സിനെ കണ്ടത്. എനിക്ക് അപ്പോഴേ അറിയാം എന്നെ ഇവരിട്ട് പണി വന്നു. ഓക്കെ, ഞാൻ പോയി റിപ്പോർട്ടും കൊടുത്തു. ഇവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, ക്ലാസ്സിൽ പോയിട്ട് ശ്രദ്ധിക്കുന്നില്ല, ഇവന് ഒരു ഇതുമില്ല, ഇവന് പഠിക്കാൻ കഴിവൊക്കെ ഉള്ളത്, പക്ഷെ ഇവന് അലസതയാ, നിങ്ങൾ എന്തിനാ ഇവനെ വിടാതിരിക്കും, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു. റിയലി ഇത്രമാത്രം എന്നെ ഫയർ ചെയ്തിട്ടില്ല ഒരു മിസ്സും. അത് കഴിഞ്ഞ് റിയലി മിസ് ചെയ്ത് എന്താണ്, അവൻ്റെ പേരൻസ് വന്ന് റിപ്പോർട്ട് കാർഡ് മേടിച്ചു. അപ്പോൾ എൻ്റെ പേരൻസ് ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുക. പ്രോഗ്രസ് കാർഡ് മിസ്സിങ്ങിനോട്ട് എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയാം, കണ്ടോ അജിത്തിന് മാത്സിന് മാത്രമേ മാർക്ക് കൂട്ടുള്ളൂ, ഇവൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് അജിത്തിന് മാത്സ് വഴത്തെ, നിങ്ങൾ ശ്രദ്ധിക്കണം, അജിത്തിനോട് പറയണം ഇവൻ്റെ കൂടെ കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞു ബ്രോ. റിയലി ദാറ്റ്സ് ഹേർട്ട് മീ. ബിക്കോസ് അപ്പം ആ സമയത്ത് അവരുടെ പേരൻസ് എൻ്റെ അച്ഛനും അമ്മയും നോക്കി. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, ആ പെയിൻ, ആ ഇൻസൾട്ട്. ജസ്റ്റ് ഒരു സിമ്പിൾ കാര്യമാണ്, പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. അതെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു, ഭയങ്കരമായിട്ട്. അങ്ങനെ കുറേ അച്ഛനും അമ്മയും വഴക്ക് കുറേ അടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അവരാ പറഞ്ഞ കാര്യം, ഇവൻ്റെ കൂടെ കൂട്ടല്ല, ഇവന് ശ്രദ്ധയില്ലാത്തവൻ, ഇവൻ പൊട്ടന, ഇവന് ഫോക്കസ് ഒന്നും ഇല്ലാത്ത, ഇവൻ മണ്ടന, അങ്ങനെ പറഞ്ഞ കാര്യം അതിനെ റിയലി ഹേർട്ട് ചെയ്തു. അന്ന് ഞാൻ തീരുമാനിച്ചാണ് എങ്ങനെ നമുക്ക് സ്വയമായിട്ട് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് നമ്മുടെ ഫോക്കസ് ബിൽഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. ആൻഡ് നമ്പർ വൺ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ഡീപ്പ് സെക്ഷൻ ചെയ്യാനിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഫോക്കസ് വേണം, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ വേണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, കേക്ക് ബ്രോ, ഫുൾ അറ്റൻഷൻ താ, നേരെ കമന്റ് സെക്ഷനിൽ പോകാതെ, നേരെ വേറെ ഡിസ്ട്രാക്ഷനിൽ പോകാതെ, ഒന്നും ചെയ്യാതെ ഫുൾ അറ്റൻഷൻ നിങ്ങൾ എനിക്ക് തരൂ. നിങ്ങൾ എവിടാണോ ഇരുന്ന് ഡീപ്പ് സെക്ഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ എവിടാണോ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ എവിടാണോ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നത്, ആ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിനു മാത്രം ഉള്ളതായിരിക്കണം. മേക്ക് എ യുണീക്ക് പ്ലേസ് ടു വർക്ക്. മനസ്സിലായോ? ഞാൻ ഈ കസാരയിൽ ഇരുന്നാണ് പഠിക്കുന്നെങ്കിൽ, ഞാൻ അല്ലെങ്കിൽ ടേബിളിന്റെ ഫ്രണ്ടിലായിരുന്നു പഠിക്കുന്നെങ്കിൽ, ചൗട്ടിലാണ് ഇരുന്ന് പഠിക്കുന്നെങ്കിൽ, ആ പ്ലേസ് എന്ന് പറഞ്ഞത് അതിനു മാത്രമുള്ള പ്ലേസ് ആയിരിക്കണം. എനിക്കറിയാം നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്യുന്നു, ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് കോൺസെൻട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്തോ സംസാരിക്കാം. ബ്രോ, ലിസൺ ടു മീ. ഒരു മണ്ട സിറ്റുവേഷനിൽ നിന്ന്, ഒരു റാറ്റ് സിറ്റുവേഷനിൽ നിന്ന്, ഒരു ആരും റെസ്പെക്ട് ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ നിന്ന്, ഈ ഒരു ബാഡ് സിറ്റുവേഷനിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ബ്രോ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഡീപ്പ് സെക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, എപ്പോഴും നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമിന് വേണ്ടി ഇങ്ങനെ ഫ്രൈ ചെയ്ത് അത് വേണം എനിക്ക് ചെയ്യാൻ ഒരു മൂഡ് ആവുന്നില്ല, നാളെ ചെയ്യാം ഇങ്ങനെയാണ് ഇരിക്കുന്നെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ സത്യത്തിൽ എവിടെ ഇരുന്നാണ് പഠിക്കുന്നത്? ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുന്നത് എവിടെ ഇരുന്നാണ്? ചിലവന്മാരുണ്ട് ബെഡിലിരുന്ന് പഠിക്കുന്നത്. സോ ഓക്കെ, നിങ്ങൾ ബെഡിലിരുന്ന് ഇവൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറക്കം വരും, റൈറ്റ്? അത് ഉറങ്ങാനുള്ളൊരു സ്ഥലമാണ്. ഓരോ സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട്, ഒരു എനർജി ഉണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കൂ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇതിപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക്
കറക്റ്റായിട്ട് നിങ്ങൾ സൈക്കിക്ക് കിട്ടത്തില്ല. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളൊരു ബെഞ്ചും ഡെസ്കും ഇട്ടിട്ട് അവിടെ ഇരുന്നാണ് പഠിക്കുന്നതെങ്കിൽ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് പഠിക്കാനുള്ളത് തന്നെ ആയിരിക്കണം. വേറെ ഒരു കാര്യവും അവിടെ വെച്ച് ചെയ്യരുത്. വേറെ അവിടെ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. നോ, നിങ്ങൾ ആ കസേരയിൽ കയറി ഇരുന്ന് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതെന്താണ് റിയലി ചെയ്യുന്നത്? ഇത് സൈക്കോളജിക്കലായിട്ട് റിയലി എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം? നിങ്ങളുടെ മൈൻഡിനെയും ബോഡിയെയും തന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് വേറെ ഒരു കാര്യത്തിന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഗെയിം കളിക്കാൻ പറ്റത്തില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്ഥലം, ഈ ടേബിൾ, ഈ പ്ലേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്, എനിക്ക് പഠിക്കാൻ വേണ്ടിയാണ്, എനിക്ക് ഡീപ്പ് സെക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കണം. അതാണ് നമ്പർ 1 തിങ്. എനിക്കറിയാം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പാടായിരിക്കും. നിങ്ങളുടെ സൈക്കിക്ക് ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻ വരും. ബ്രോ എനിക്ക് ഒരു കസാരയേ ഉള്ളൂ ബ്രോ, വീട്ടിൽ പല കസാരയില്ല ബ്രോ, ഞാൻ റോഡിന്റെ നടുക്കിരുത്ത കുറേ നെഗറ്റീവ് ചിന്തകളും കുറേ ബിലീഫ് സിസ്റ്റങ്ങളും കുറേ റെസ്ട്രിക്ഷനും നിങ്ങൾക്ക് വരും. ഫക്ക് ഇറ്റ്. നമ്മൾ എന്താണ് ഇവിടെ എയിം ചെയ്യാൻ നോക്കുന്നത്? നമുക്ക് ഡീപ്പായിട്ട് പഠിക്കണം, ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡീപ്പ് സെക്ഷൻ ചെയ്യണം. നമ്മൾ ഒരിക്കലും എയിം ചെയ്ത് നിങ്ങളുടെ റാറ്റ് ഫ്രണ്ട്സിന്റെ കൂട്ട് നിങ്ങളുടെ എപ്പോഴും 24 മണിക്കൂർ ഗെയിം കളിച്ച് ഗെയിം ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന അവന്മാരുടെ കൂട്ടാവാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, അല്ലേ? നമുക്കൊരു എയിം ഉണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. സോ അത് നിങ്ങൾക്ക് എത്തണമെങ്കിൽ, അതിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് വേണം, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ വേണം. 24 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന ദുന്തും വല്ല പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്യുന്നവരാണ് 1, 2 പറഞ്ഞ് എന്തെങ്കിലും ഫാമിലി പ്രശ്നം ഉണ്ടായാലും കയറി തൂങ്ങുന്നത്. എത്രയോ പിള്ളേർ വെറുതെ what they are doing, I don't know bro, really. എന്തുകൊണ്ടാണ് പിള്ളേർ ഇപ്പം എൻ്റെ നേരത്തെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് സംസാരിച്ചോളൂ, ഞാൻ കോച്ച് ചെയ്യുന്ന ഒരു ചെറുക്കൻ്റെ ഫ്രണ്ട് റിയലി തൂങ്ങി മരിച്ചു. എന്താ സംഭവം എനിക്ക് കേൾക്കാൻ വേണ്ട, ഐ ഡോണ്ട് റിയലി കെയർ. ബട്ട് എന്നാലും ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? ഇത്രമാത്രം വീക്ക് ആവുന്നത് എന്തുകൊണ്ടാണ് മെൻ റിയലി ഇത്രമാത്രം വീക്കായി പോകുന്നത്? അവന്റെ ഗേൾ ഫ്രണ്ട് ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ട് ചീറ്റ് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ അവന്റെ പേരൻസിൽ ആരെങ്കിലും മരിച്ചു, എന്തുകൊണ്ടും ആയിക്കോട്ടെ, എന്തുകൊണ്ട്? ഇതൊക്കെ വലിയ കാര്യമാണ് പറയാം. പേരൻസ് മരിച്ചോ ഒക്കെ വിഷമിച്ച് എന്തെങ്കിലും അങ്ങനെ നമുക്ക് മരിക്കുന്നത് നല്ലതാണെന്നൊന്നും അല്ല പറയുന്നത്. നമുക്ക് അത്രയും പെയിൻ വരും, മനസ്സിലായി? ഗേൾ ഫ്രണ്ട് ഇട്ടിട്ട് പോയി ടീച്ചർമാർ ഇൻസൾട്ട് ചെയ്തു, ബുള്ളിയും ചെയ്തു, അല്ലെങ്കിൽ പൈസ കുറെ നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ പൊട്ടത്തരം പറഞ്ഞിട്ട്, ഒരു ലോജിക്കും ഇല്ലാത്ത പൊട്ടത്തരം പറഞ്ഞിട്ട് പോയി നേരെ തൂങ്ങുക. ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്ന എന്താണ്? ഇങ്ങനെയൊക്കെ ആൾക്കാർ റിയലി ചെയ്യുന്ന എന്താ നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? ബ്രോ, ഈ സോഷ്യൽ മീഡിയ കാരണമാണ്. നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല. ഈവൻ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻസൾട്ടർ ആയിട്ട് എടുക്കില്ല. നമുക്ക് എങ്ങനെ നമ്മുടെ ബോഡിയെ, നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്ത് ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഫെമിനിസ്റ്റുകളൊക്കെ കടന്ന് പറയുമല്ലോ, മെൻ ആണുങ്ങളാണെങ്കിൽ ഫീലിങ്ങിനനുസരിച്ച് പെരുമാറണം, ഫീലിംഗ് വരുന്ന അതുപോലെ ഫീലിംഗ് ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഇവന്മാരൊക്കെ തൂങ്ങിയിരിക്കുന്നത്, ഫീലിംഗ് ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വല്ല പാവം പിടിച്ച പെണ്ണുങ്ങളൊക്കെ റേപ്പ് ചെയ്യുന്നത് ആണുങ്ങൾ ഫീലിംഗ് വന്നിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഫെമിനിസ്റ്റുകൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ വരും, നിങ്ങളെ ആരും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. നോബഡി കെയർസ്, റൈറ്റ്? എന്തുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കെയർ ചെയ്യണം? നിങ്ങൾ എന്ത് വാല്യൂ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. സോ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ആ വാല്യൂ ബിൽഡ് ചെയ്തെടുക്കണം, നമ്മളത് കഷ്ടപ്പെടണം. ബ്രോ, ലൈഫ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. ആരായാലും അവർ ഫെയിൽ ആവും, ഉറപ്പായിട്ട് ഫെയിൽ ആവും. പ്രോബ്ലങ്ങൾ ഉണ്ടാവും, റിലേഷൻഷിപ്പിൽ പ്രോബ്ലങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും, നിങ്ങളുടെ പേരന്റും അച്ഛനും അമ്മയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലം ഉണ്ടാവും, അതിനകത്ത് പ്രശ്നം ഉണ്ടാവും. ബ്രോ, ഇതൊക്കെ നോർമലാണ്. ഈ പ്രോബ്ലങ്ങളെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് ഒരിടത്ത് എത്തണം. ദാറ്റ് ഈസ് ലൈഫ്. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങൾ ഇസഡ് ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വി ആർ എ ഗ്രൂപ്പ്, റൈറ്റ്? സോ വി വിൽ വിൻ, നമ്മൾ വിജയിക്കും. സോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെങ്കിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഇപ്പം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിയലി പറയാൻ പറ്റത്തില്ല. ഫോക്കസും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? യു കനോട്ട് ഡു ഇറ്റ്. ഐ വിൽ ടെൽ യു. നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇസഡ് ഗ്രൂപ്പിൻ്റെ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ഇൻഫോർമേഷൻ. നോ ഗിമിക്, നോ ഹൈപ്പർ എഡിറ്റിംഗ്, നത്തിങ്. ഐ വിൽ ടെൽ യു ദ കറക്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ മനസ്സിലാക്കുക, എന്താണ് ഫോക്കസ്, എന്താണ് കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായില്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കാതെ ഫോക്കസ് അതാണ്, കോൺസെൻട്രേഷൻ ഇതാണ്, അതാണ്, എനിക്ക് മനസ്സിലാവുന്നത്, രണ്ടും സെയിം അല്ല, ഇവ എന്തു പറയുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് തോട്ട് നിങ്ങൾക്ക് വരും. പക്ഷേ നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത്? നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ ഡീപ്പ് സെക്ഷൻ ചെയ്യുമ്പോൾ, നമ്മൾ ഈവൻ ജിമ്മി വർക്കൗട്ട് ചെയ്യുമ്പോൾ എവിടെയായാലും നമുക്ക് ഫോക്കസും കോൺസെൻട്രേഷനും വേണം. ബ്രോ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് രണ്ടും 2 കാര്യങ്ങളാണ്. ഫോക്കസ് ഒരു കാര്യവും കോൺസെൻട്രേഷൻ വേറൊരു കാര്യമാണ്.
ഇതാദ്യം മനസ്സിലാക്കോ. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് റിയലി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്? ആക്ഷനബിൾ സ്റ്റെപ്പ്, നോ ബുൾഷിറ്റ്, ആക്ഷനബിൾ സ്റ്റെപ്പ്. ഇപ്പം എങ്ങനെ നമ്മുടെ ലൈഫിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും? ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എബിലിറ്റി ടു ഡയറക്റ്റ് യുവർ അറ്റൻഷൻ. കേട്ടല്ലോ, ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡയറക്റ്റ് യുവർ അറ്റൻഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ട്രിക്കി പാർട്ട്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ദ ഫോക്കസ്. ഓക്കെ, എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല. റൈറ്റ്, ഞാൻ പറഞ്ഞുതരാം. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡയറക്റ്റ് യുവർ അറ്റൻഷൻ. ഓക്കെ ബ്രോ, നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി റിയലി ഹാർഡായിട്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുക. പഠിക്കുന്ന കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, അവിടെ നിങ്ങളുടെ ഫോക്കസ് ആ പഠിക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലുന്നില്ല. അത് നമുക്ക് അവിടെ എത്തിക്കണം. അത് എത്തിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക, ഫോക്കസ്ഡ് ആയിട്ട് എടുത്ത് സാന്നിരിക്കുക, അത് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സ്ഥലത്തേക്ക് നമ്മുടെ അറ്റൻഷൻ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഒരു ബുക്ക് എടുത്തിട്ട് ഇരിക്കുക, ഞാൻ വേറെ എല്ലായിടത്തും നോക്കിയിരിക്കുക, ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ അപ്പൂപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ലൈനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, വേറെ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് എൻ്റെ ഫോക്കസ്, എൻ്റെ അറ്റൻഷൻ എപ്പം കൊടുക്കുന്നു, എപ്പം അത് ഡയറക്റ്റ് ചെയ്യുന്നു, എൻ്റെ ബോഡിയുടെയും പറയും ഓക്കെ ഇനി ഇത് ഫോക്കസ് ചെയ്യും, പുസ്തകത്തിൽ ഫോക്കസ് ചെയ്യും, പുസ്തകത്തിൽ അറ്റൻഷൻ കൊടുക്കുക. ആ സമയം അതിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഫോക്കസ് ഇപ്പം മനസ്സിലായി. ഇനി കോൺസെൻട്രേഷൻ എന്താണ് ബ്രോ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ദാറ്റ് ഫോക്കസ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഫോക്കസ് എത്ര നേരത്തേക്ക് എനിക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. രണ്ടും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. അപ്പം ഞാൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുക, ഞാൻ ഡീപ്പ് സെക്ഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുക, ഞാൻ എൻ്റെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പം റിയലി എന്താണ് സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ അറ്റൻഷൻ എപ്പോൾ കൊടുക്കുന്നു അപ്പോൾ എനിക്ക് ഫോക്കസ് ആയി. മനസ്സിലായില്ലേ? ഇനി എൻ്റെ കോൺസെൻട്രേഷൻ കൊടുത്താൽ മാത്രമേ എനിക്ക് ലോങ് ടൈം ചെയ്യാൻ പറ്റും. നമുക്കെന്തോ ഇങ്ങനെ നോക്കിയാൽ പഠിക്കാൻ പറ്റും. നമ്മൾ ഐൻസ്റ്റീൻ ആണ്, ഇവൻ ഐൻസ്റ്റീൻ പോലും അത് പറ്റത്തില്ല. മനസ്സിലായില്ലേ? സോ നമ്മൾ അത് ഫോക്കസ് കൊടുത്തു. ഫോക്കസ് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയാം, എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഫോക്കസ് കൊടുക്കാൻ പറ്റും. ഒരു 2 മിനിറ്റത്തേക്ക് 3 മിനിറ്റത്തേക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റും. റിയലി ഇത് ഭയങ്കര ഡീപ്പാണ് ബ്രോ. ഞാൻ നിങ്ങളൊരു ഡീപ്പായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റും, എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഓക്കെ, പഠിക്കാൻ വേണ്ടി. പക്ഷേ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റത്തില്ല ബ്രോ. കോൺസെൻട്രേഷൻ ആണ് ഹാർഡ് തിങ് കോൺസെൻട്രേഷൻ ആണ്. എന്തുകൊണ്ട്? ഇറ്റ് ഇസ് ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ദാറ്റ് ഫോക്കസ്. മനസ്സിലായില്ലേ? നമ്മൾ കൊടുത്ത ഫോക്കസ് കണ്ടിന്യൂസ്ലി നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. 1 മണിക്കൂർ കൊടുക്കണം, അല്ലെങ്കിൽ 2 മണിക്കൂർ കൊടുക്കണം, 3 മണിക്കൂർ കൊടുക്കണം. ഡീപ്പ് സെക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ട്. എങ്ങനെ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? മെഡിറ്റേഷൻ ഇസ് ദ നമ്പർ 1 മെഡിസിൻ ഇൻ ദ വേൾഡ്. മെഡിറ്റേഷൻ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കോൺസെൻട്രേഷൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾ തിങ്ക് ചെയ്തു. ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, തിങ്ക് അബൌട്ട് ഇറ്റ്. വൈ യു ഡോണ്ട് ഹാവ് കോൺസെൻട്രേഷൻ? എന്തുകൊണ്ട് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇല്ല ബ്രോ? നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് 15 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തുള്ളൂ, കറക്റ്റ് ആയിട്ട് നമ്മുടെ എബിലിറ്റി എല്ലാം കൊടുത്തിട്ട്, റൈറ്റ്? പക്ഷേ അത് കുറച്ച് ഈ സോഷ്യൽ മീഡിയ നിങ്ങളെ എങ്ങനെ ഇപ്പം ആക്കിയേക്കുന്നത് അറിയോ? 30 സെക്കൻഡ് അടുത്ത ഇൻഫോർമേഷൻ ആണ് വരുന്നത്. ഇതുകൊണ്ടാണ് ബ്രോ സോഷ്യൽ മീഡിയക്ക് ഞാൻ എതിരായിട്ട് പറയുന്നത്. ഇതുകൊണ്ടാണ് റീല് കാണുന്നത് ഞാൻ എതിരാന്ന് പറയുന്നത്. കാരണം എന്താണ്? നമ്മുടെ ബ്രെയിനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 സെക്കൻഡ്. മനസ്സിലായില്ലേ? എത്ര ഇൻഫോർമേഷൻ വന്നു. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും 50 മിനിറ്റ് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് എന്താവും? നിങ്ങൾ സിഗരറ്റ് കണ്ടിന്യൂസ്ലി വലിച്ചാൽ അത് എന്താവും? നിങ്ങൾ 24 മണിക്കൂർ ഫാപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ എന്താവും? അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അത് തന്നെയാണ് ഇപ്പം റിയലി നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രോ നമുക്ക് ഈവൻ ഒരു 15 മിനിറ്റ് പോലും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പഠിക്കാതിരിക്കാൻ പറ്റാത്തത്. അതിലിരിക്കുമ്പോൾ നമ്മൾ വേറെ പല കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നത്. മനസ്സിലായോ? സോ നിങ്ങൾക്കത് വേണമെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക. ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം? ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് ഇരിക്കുന്ന ആ സ്ഥലം പഠിക്കാൻ വേണ്ടിയായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 കാര്യങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ റിയലി തിങ്ക് ചെയ്യണം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഇപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാം ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂൾ ആണ് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യണം, നോ ഗിമിക്, ഒരു കാര്യമില്ല. മെഡിറ്റേഷൻ ചെയ്തേ പറ്റൂ. ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. യു നീഡ് ടു ഡു മെഡിറ്റേഷൻ ടുഡേ. ഇന്ന് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് മെഡിറ്റേഷൻ 3 മിനിറ്റ് ചെയ്തിട്ടേ കിടക്കാവൂ, അല്ലെങ്കിൽ യു ആർ നോട്ട് എ മാൻ. ഐ വിൽ ടെൽ യു, വുമൺ ആണെങ്കിലും ഡു മെഡിറ്റേഷൻ. ഇറ്റ് വിൽ ഹെൽപ്പ് യു റിയലി വെൽ. ഡു ഇറ്റ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 1 hour
10-minute റൂൾ. ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂളാണ്. ഞാൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എനിക്കിപ്പം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഞാൻ പറയുന്നു ബ്രോ, ഞാനും വലിയ ആളൊന്നുമല്ല, എനിക്ക് ചില സമയത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചില സമയത്ത് സ്ക്രിപ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കും എൻ്റെ കോൺസെൻട്രേഷൻ പല സമയത്ത് പോകും, എനിക്കും പഠിക്കാനുള്ള കാര്യം ചിലപ്പോൾ എനിക്കത് പ്രത്യേകിച്ച് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി വെക്കും. മനസ്സിലായില്ലേ? ചെയ്യും. പക്ഷെ അപ്പം നമ്മളെ സ്ട്രിക്റ്റ് ചെയ്യുന്നത്, അപ്പം നമ്മളെ ഡിസിപ്ലിൻ ആക്കുന്നത്, അപ്പം നമ്മളെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ കാര്യം കോൺക്വർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഇരുത്തുന്നത് ഈ ട്രിക്കാണ്, ഈ റൂളാണ്. 1 hour 10-minute റൂൾ. 1 hour നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ ടൈമർ വെക്കുക. ഓക്കെ, 1 hour ഞാൻ ഇത് ചെയ്തിരിക്കും, ഞാൻ എൻ്റെ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ കോൺസെൻട്രേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്, ഞാൻ കളിയാക്കാൻ പറയുമല്ലോ നിങ്ങളോട്, കോൺസെൻട്രേഷൻ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്, എൻ്റെ ഫോക്കസ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്, 1 hour ഉള്ളൂ, ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട്, ഞാൻ ഇത് പഠിച്ചിരിക്കും. ബ്രോ, യു ക്യാൻ ഡു ഇറ്റ്. ഐ വിൽ ടെൽ യു. അവിടെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളെ കോൾ ചെയ്യുന്നത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അവിടെ നിങ്ങൾ അച്ഛനും അമ്മയും നിങ്ങളെ എന്തെങ്കിലും പറയുന്നത് അവിടെ വരാം ഇവിടെ വരാൻ പറയുന്നത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അവിടെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ഗെയിം കളിക്കാൻ വിളിക്കുന്നത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? യു ആർ ഫോക്കസ്ഡ്, യു ആർ കോൺസെൻട്രേറ്റഡ് ആൻഡ് യു ആർ 1 hour, 1 മണിക്കൂർ ഇരിക്കുന്നുള്ളൂ. 10 minute നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. 10 minute നിങ്ങളൊന്ന് റീഫ്രഷ് ആവെടുക്കുക. ആ 10 minute ഒരു കാരണവശാലും ആ 10 minute പോയി ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യരുത്. ദാറ്റ് ഇസ് ദ വേഴ്സ്റ്റ് തിങ് യു ക്യാൻ ഡു. ആ 10 minute ജസ്റ്റ് പോയി വെള്ളം കുടിക്കുക, വീട്ടുകാരെയൊക്കെ ഒന്ന് കാണുക, എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിക്കുക, കുറച്ച് കാമാവുക, സമാധാനപ്പെടുക. പിന്നെയും അടുത്ത 1 hour വന്ന് ഡീപ്പ് സെക്ഷൻ ചെയ്യുക. ദാറ്റ് ഇസ് ദ ട്രിക്ക്. ദാറ്റ് ഈസ് 1 hour 10-minute റൂൾ. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. യു നീഡ് ടു ബിലീവ് ഇൻ മീ. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ബ്രോ, ഞാൻ അടുത്ത് നിങ്ങളോട് പറയാൻ പോകുന്നത് 4ാമത്തെ തരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് നോർമലാണ്, നോമീസ് നിങ്ങളോട് പറയുന്നത്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കറിയാം, ഞാൻ ഇവിടെ നിങ്ങളോട് കോമൺ നോളജ് എല്ലാവർക്കും അറിയുന്ന കാര്യം, ഇത് കുളിക്കുക, ഫ്രഷ് ആവുക, ഇതിലുള്ള പൊട്ടത്തരം ഒന്നും പറഞ്ഞ് ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാറില്ല. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള അണ്ടർ ലെവലിലുള്ള എൻ്റെ മൈൻഡിനെ ഞാൻ എങ്ങനെ ഇതുപോലുള്ള വീഡിയോസ് എടുക്കാൻ ഉപയോഗിക്കുന്നതെന്ന് അറിയാം. I bring my mind to the darkest, deepest ocean. Then my mind will discover themselves. ചുമ്മാ ഞാൻ കബീബിൽ നിന്നും കോപ്പി ചെയ്തതാണ് ഒരു കോട്ട്. I will take my opponent to the deepest, darkest ocean. Then they will discover themselves. എന്തൊരു കോട്ടാണ്. കബീബ് ഈ ഒരു രീതിയിലാണ് കബീബ് സംസാരിക്കുന്നത്. റൈറ്റ്. I love കോർണർ മൈരൻ. I love him. He's a G. ഇപ്പം ഞാൻ സംസാരിച്ചിട്ട് ഫൈറ്റേഴ്സിൻ്റെ കൂട്ടൊരു മെൻറ്റാലിറ്റി, ഒരു സർവൈവൽ മെൻറ്റാലിറ്റി നമുക്ക് വേണമെങ്കിൽ we need to do the 4th point. Wake up at early and give good enough sleep. Wake up at early and give good enough sleep. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർ ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടൈമിൽ നിങ്ങൾ കുറേ വാല്യൂ ചെയ്യും. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ആരും കാണത്തില്ല. നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആൻറ്റിയോ ആരും ഇല്ല നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഹാപ്പിനെസ്, ഓക്കെ, ഞാൻ ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എക്സാമിന് ജയിക്കണം, അല്ലെ എനിക്ക് ഈ കാര്യം ഞാൻ ചെയ്തതിൽ ജയിക്കണം എന്ന് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. എന്തൊക്കെ ബ്യൂട്ടിയാണെന്നറിയാം ബ്രോ. നിങ്ങൾ രാവിലെ എണീക്കുക, ഇമ്പോർട്ടൻറ്റ് തിങ് സ്ലീപ്പും കൊടുക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രാവിലെ എണീച്ചിട്ട് നിങ്ങൾ സ്ലീപ്പ് നിങ്ങൾ കൊടുക്കുന്നില്ല, ഈവൻ മിനിമം നിങ്ങൾ 7 hours എങ്കിലും സ്ലീപ്പ് കൊടുക്കുന്നില്ലെങ്കിൽ യു വിൽ ഗെറ്റ് റക്ട്. എനിക്കറിയാം, ഇപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്കറിയാം ബ്രോ, നിങ്ങൾക്ക് ഒരു ടൈം ഷെഡ്യൂൾ ചിലപ്പോൾ നിങ്ങൾ 3 മണിക്കൂർ ഉറങ്ങത്തുള്ളൂ. ഐ ഗെറ്റ് ഇറ്റ്. പക്ഷേ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതിനോട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ റിക്കവർ ടൈം കൊടുത്തിരിക്കണം. ഓക്കെ, ആ എക്സാം കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് പ്രിപ്പയർ ആയിട്ട് നിങ്ങൾ നല്ല സ്ലീപ്പിനെ പിന്നെ ഫോക്കസ് ചെയ്യണം. ഇപ്പം എനിക്കറിയാം നിങ്ങൾ കഷ്ടപ്പെടുകയാണ്, നിങ്ങൾ ട്രെഞ്ചസിലാണ്, നിങ്ങൾ ആ വെടിവെക്കുന്ന യുദ്ധത്തിൻ്റെ ഇടയ്ക്കാണ്. എനിക്കറിയാം ബ്രോ. ഞാൻ നിങ്ങളോട് പറയുന്നു, യു നീഡ് ടു വേക്ക് അപ്പ് ഏർലി. ഓക്കെ, സ്ലീപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്, മനസ്സിലാക്കുക. അല്ല നിങ്ങൾ ഇപ്പം കിടന്ന് ഉറങ്ങണം. ഓക്കെ, എക്സാം ടൈമിൽ ഞാനും 3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. +1 +2 ഒന്നുമില്ല, ഐ ഡോണ്ട് കെയർ. എഞ്ചിനീയറിംഗ് ഈസ് ഹാർഡ്. So I need to win. I just engineering pass out, right? So അതാവണമെന്നുണ്ടെങ്കിൽ we need to work hard, right? നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ 10% പൊട്ടൻഷ്യൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരാണ്. നമ്മൾ ഒരിക്കലും നോമി, ഒരു റാറ്റ് ലൈഫ്, ഒരു പൈസയ്ക്ക് വേണ്ടി എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാവാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ഗോളുണ്ട്, നമുക്ക് അവിടെ എത്തണം, അത് നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തുകൊണ്ട് ഈ ഫൈറ്റേഴ്സൊക്കെ ഇത്രമാത്രം പോപ്പുലർ ആവുകയും ഇത്രമാത്രം പൈസ ഉണ്ടാക്കുന്നു? ദേ ആർ വാരിയേഴ്സ്, റൈറ്റ്? ആ ഒരു സ്പോർട്സ് ഇല്ലായിരുന്നെങ്കിൽ അവന്മാർ വല്ല ക്രിമിനലായി മാറിയാന്. എസ്പെഷ്യലി വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റർ ഐ ലവ് ഈസ് ജോൺ ബോൺ ജോൺസ്. ക്രിമിനൽ.
ഹീസ് എ ക്രിമിനൽ. നിങ്ങൾ UFC ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. സോ ബ്രോ, ഇതുപോലുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ലേൺ ചെയ്യണം. ഇവരെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എന്താണ് ഇവർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരുടെ ഫെയിലിയറിനെ ഹാൻഡിൽ ചെയ്യുന്നത്. വി ക്യാൻ ഡു ഇറ്റ്. സോ യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് വി ആർ ദ സെഡ് ഗ്രൂപ്പ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. ലവ് യു ബ്രദർ. അതുപോലെ തന്നെ അടുത്ത സെൽഫ് ഇംപ്രൂവ്മെന്റ് ഏത് മേഖലയിലുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി, അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഏറ്റവും ലൈക്ക് കിട്ടുന്ന കമന്റിൽ നെക്സ്റ്റ് വീക്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ അതായിരിക്കും. റൈറ്റ്. ആൻഡ് ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഫെയിൽ ആവും, നിങ്ങൾ തോക്കും, നിങ്ങൾ കഷ്ടപ്പെടും, നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും, പക്ഷേ വി വിൽ നെവർ എവർ ഗീവ് അപ്പ്. അതായിരിക്കണം നമ്മുടെ മെന്റാലിറ്റി. അതാണ് നമ്മുടെ മെന്റാലിറ്റി. മൈ അൺമാച്ച്ഡ് പെർസിസ്റ്റബിലിറ്റി കപ്പിൾഡ് വിത്ത് ഷിയർ ആൻഡ് ഇൻഡിഫിക്കറ്റബിലിറ്റി മേക്ക് മീ എ ഫിയർഡ് ഒപ്പോണന്റ് ഇൻ എനി റിലം ഓഫ് ഹ്യൂമൻ എൻഡവർ. ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ കോട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ, ഐ ലവ് കോട്ട്. റൈറ്റ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ആ കോട്ട് വരും. ബൈ.